മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11 മണിയോടെ പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. വയനാടിനുള്ള കേന്ദ്ര സഹായം, എയിംസ് വിഷയങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇന്നലെ ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, ഇന്നിപ്പോൾ 11 മണിക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തായിരിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എത്ര നേരം ആ കൂടിക്കാഴ്ച നീളും എന്നത് അറിയേണ്ടതുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ നോബിൾ? സ്മൃതി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിൽ തുടർ ചർച്ചകൾ ഇന്നിപ്പോൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും വയനാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പുനരധിവാസ പദ്ധതിയാണ്. അതിന് വേണ്ട സാമ്പത്തിക സഹായം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കിട്ടുന്ന സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഒരു വർഷം മുൻപ് പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി മുഖ്യമന്ത്രി കാണുമ്പോൾ 2221 കോടി രൂപയുടെ ഒരു സഹായം ആവശ്യപ്പെട്ടുള്ള മെമ്മോറാണ്ടം നൽകിയിരുന്നു. പക്ഷേ 260 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അതിൽ അനുവദിച്ച സാഹചര്യം ഉണ്ടായത്. ബാക്കി കടമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പണം പോവുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ ഈ വയനാട് പുനരധിവാസം പൂർത്തിയാക്കണമെങ്കിൽ വലിയ കേന്ദ്ര സഹായം ആവശ്യമായുണ്ട്. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു സൂചന നൽകിയെങ്കിലും ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ കണ്ട കൂടിക്കാഴ്ചയിൽ ഈ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി പിന്നീട് ഔദ്യോഗികമായി എക്സ് ഹാൻഡിലൂടെ വ്യക്തമാക്കിയത് ഈ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ നിന്ന് വയനാടിനെയും ഒപ്പം ഈ കണ്ണൂരിനെ ഒഴിവാക്കിയത് പുനഃപരിശോധിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷ, സ്ത്രീ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. ഈ ചർച്ചകളിൽ ഒരു രഹസ്യ സ്വഭാവം എന്താണെങ്കിലും സർക്കാർ സൂക്ഷിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം PRDO അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളോ ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൂർണ്ണമായും കൈമാറുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വയനാട് അതോടൊപ്പം തന്നെ എയിംസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകും. ഒപ്പം സംസ്ഥാനത്തെ സാഹചര്യം അടക്കം ചർച്ചയാകും എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ എന്തിനാണ് രഹസ്യ സ്വഭാവം നോബിൾ? എന്താണ് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെ കാരണം? തീർച്ചയായും സ്മൃതി, കഴിഞ്ഞ കുറെ നാളുകൾ പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമൻ ഇവിടെ ഈ കൊച്ചി ഹൌസിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിരുന്നിന് എത്തിയിരുന്നു. അന്നും ചില രഹസ്യ സ്വഭാവം ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് സർക്കാർ പുലർത്തുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിപ്തവണ വന്നപ്പോഴും അത് അതേപടി തന്നെ തുടരുന്നു എന്നും എടുത്തു പറയണം. കാരണം പല ഘട്ടങ്ങളിലും ആദ്യമായി ഇത്തരത്തിൽ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് വന്നപ്പോഴോ ഒന്നും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അത് മാത്രമല്ല PRDയുടെ ഭാഗത്താണെങ്കിൽ പോലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ കുറിപ്പോ, ഇത് സാധാരണ പത്രക്കുറിപ്പുകളൊക്കെ വരുന്ന പതിവുണ്ട്, അത്തരത്തിൽ കുറിപ്പുകൾ പോലും വരാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായതാണെങ്കിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ ആഭ്യന്തരമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ നിന്ന് കണ്ണൂരിനെയും വയനാടിനെയും ഒഴിവാക്കിയത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം, ഒപ്പം സുരക്ഷ, ഒപ്പം തീരദേശ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി ചർച്ച ചെയ്തത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായത് കിട്ടാത്ത നിരവധി വിഷയങ്ങളും അതൊക്കെ തന്നെ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ അത് ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തോട് ഞങ്ങളിതാ ചോദിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ പോയി ചോദിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറയുമല്ലോ. ഇതിൽ രഹസ്യ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനാവുന്നില്ല.